മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പും ജാർഖണ്ഡ് തെരഞ്ഞെടുപ്പും കത്തിക്കയറി നിൽക്കുമ്പോൾ ബി.ജെ.പി. അധികാരത്തിന്റെ ഗർവ് കൊണ്ട് തകർത്തു കളഞ്ഞൊരു സംസ്ഥാനമുണ്ട് മണിപ്പൂർ. അവിടം വീണ്ടും അശാന്തിയുടെ പരകോടിയിലെത്തി നിന്നിട്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദേശ യാത്രയിൽ ആറാടുകയാണ്. ഇപ്പോൾ അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം എന്തെന്ന് വെച്ചാൽ ബി.ജെ.പി. വിരുദ്ധമായി മാറിയിരിക്കുന്നു അവിടുത്തെ ജനങ്ങളും പല രാഷ്ട്രീയ നേതാക്കളും എന്നതുമാണ്. കഴിഞ്ഞ ദിവസം സഖ്യം പിരിഞ്ഞുകൊണ്ട് NPPയും മുഖ്യമന്ത്രിയുടെ യോഗത്തിൽ പങ്കെടുക്കാത്ത MLAമാരും അവരുടെ പ്രതിഷേധങ്ങൾ അറിയിച്ചു. ഇതാ മണിപ്പൂരിൽ മുഖ്യമന്ത്രി ബീരേൻ സിംഗ് കഴിഞ്ഞ ദിവസം വിളിച്ചു ചേർത്ത യോഗത്തിൽ പങ്കെടുക്കാത്ത MLAമാരുടെ പേരുകൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പരസ്യമാക്കിയത് MLAമാരെ സമ്മർദ്ദത്തിലാക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമെന്ന് സൂചന വരികയാണ്. ബീരേൻ സിംഗ് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടവരും പിന്തുണ പിൻവലിച്ച സഖ്യകക്ഷിയായ NPP MLAമാരുടെയും പേരുകൾ ഇതിലുണ്ട്. കുങ്കികൾക്കെതിരെ മുഖ്യമന്ത്രി ശക്തമായ നടപടികൾക്ക് ഒരുങ്ങുമ്പോൾ ഒരു വിഭാഗം പിന്തുണ നൽകുന്നില്ല എന്ന് ജനങ്ങൾ നേരിട്ടറിയിക്കുകയായിരുന്നു. പേരുകൾ പുറത്തുവിട്ടതിലൂടെ ലക്ഷ്യമിട്ടത് ഇതുതന്നെയായിരുന്നു. യോഗത്തിൽ പങ്കെടുക്കാത്ത പല MLAമാരും സംസ്ഥാനം വിട്ടിട്ടുണ്ട്. മണിപ്പൂരിൽ തുടരുന്നവർ കേന്ദ്ര സേനയുടെ സുരക്ഷ തേടിയിട്ടുമുണ്ട്. സഖ്യകക്ഷികളിൽ പലരും ഇപ്പോഴും ബീരേൻ സിംഗിന്റെ നിയന്ത്രണത്തിലാണ്. സർക്കാരിനുള്ള പിന്തുണ NPP പിൻവലിച്ചതും 3 NPP MLAമാർ യോഗത്തിൽ പങ്കെടുത്തത് ഇതിന് തെളിവാണ്. യോഗത്തിൽ പങ്കെടുക്കാത്തതിന് NPP MLA ഷൈഖ് നൂറുൽ ഹസന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകാനും മുഖ്യമന്ത്രിയുടെ ഓഫീസ് ധൈര്യപ്പെട്ടു. പൊതുമരാമത്ത് മന്ത്രി കെ ഗോവിന്ദദാസിന്റെ വീട് തകർത്തതിലും ബന്ധുക്കളും അനുയായികളും ദുരൂഹത ആരോപിക്കുന്നുമുണ്ട്. മന്ത്രിസഭയിലെ ഏറ്റവും സീനിയറാണ് ഗോവിന്ദദാസ്. ബീരേൻ സിംഗിനെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ട MLAമാരുടെ മുൻപിൽ ഗോവിന്ദദാസും ഉണ്ടായിരുന്നു എന്നതാണ് വസ്തുത. ഡൽഹിയിൽ ക്യാമ്പ് ചെയ്താണ് ബീരേൻ സിംഗിനെതിരെ നീക്കം നടത്തിയത്. 5 മന്ത്രിമാരുടെയും 10 MLAമാരുടെയും വീടുകൾക്ക് നേരെ ആക്രമണം നടന്നുവെങ്കിലും ഏറ്റവും വലിയ ആക്രമണം ഗോവിന്ദദാസിന്റെ വീടിന് നേരെയായിരുന്നു. ആക്രമികൾ 1 മണിക്കൂറോളം അഴിഞ്ഞാടിയിട്ടും പോലീസോ സുരക്ഷാ സേനയോ സ്ഥലത്ത് എത്തിയതുമില്ല. 6 കോടി രൂപയുടെ നഷ്ടമാണ് കണക്കാക്കപ്പെടുന്നത്. കുങ്കി സായുധ ഗ്രൂപ്പുകൾക്കെതിരെ 24 മണിക്കൂറിനകം നടപടിയെടുക്കണമെന്ന അന്ത്യശ്വാസനം മെയ്തേയ് പൗരസംഘടനകൾ പിൻവലിച്ചിരുന്നു. ജിരിബാമിൽ ഒരു കുടുംബത്തിലെ 6 പേരെ കൊലപ്പെടുത്തിയവർക്കെതിരെ 7 ദിവസത്തിനകം നടപടിയെടുക്കാനുള്ള NDA MLAമാരുടെ പ്രമേയം അംഗീകരിക്കുന്നതായി മെയ്തേയ് സംഘടനയായ കോക്കോഗാമി അറിയിച്ചു. 7 ദിവസം കാത്തിരിക്കാൻ തയ്യാറാണ് എന്നാണ് സംഘടന അറിയിച്ചുകൊണ്ട് പറഞ്ഞത്. മുഖ്യമന്ത്രി ബീരേൻ സിംഗിന്റെ ഇടപെടലിനെ തുടർന്നായിരുന്നു സംഘടന നിലപാട് മാറ്റിയതും. മണിപ്പൂരിൽ ഇന്റർനെറ്റ് നിരോധനം 3 ദിവസത്തേക്ക് കൂടി നീട്ടിയിട്ടുമുണ്ട്. പുലർച്ചെ 5 മുതൽ രാവിലെ 10 വരെ കർഫ്യൂവിന് ഇളവ് നൽകിയിട്ടുമുണ്ട്. CRPF ഉൾപ്പെടെ 50 കമ്പനി കേന്ദ്ര സേന അധികമായി സംസ്ഥാനത്ത് എത്തിച്ചിട്ടുണ്ട്. മണിപ്പൂരിലെ ജിരിബാമിൽ മൃതശരീരങ്ങൾ കണ്ടെത്തിയതോടെയാണ് സംഘർഷം വീണ്ടും അക്രമാസക്തമായത്. സംഭവത്തിൽ രോക്ഷാകുലരായ ആളുകൾ BJP MLAമാരുടെയും മന്ത്രിമാരുടെയും വീടുകളിൽ ആക്രമണം അഴിച്ചുവിടുന്ന സാഹചര്യം വരെ ഉണ്ടായി. മണിപ്പൂരിലെ സംഘർഷം രൂക്ഷമായതോടെ നാഷണൽ പീപ്പിൾസ് പാർട്ടി എന്ന NPP ബീരേൻ സിംഗ് സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ചത് വലിയ വാർത്തയായിരുന്നു. NPP പിന്തുണ പിൻവലിച്ചതോടെ നിയമസഭയിൽ NDA സർക്കാരിന്റെ അംഗസംഖ്യ 53-ൽ നിന്നും 46 ആയിട്ടാണ് കുറഞ്ഞത്. നവംബർ 11-ന് നടന്ന കുങ്കി മേതേയ് സംഘർഷത്തിൽ 6 മേത്തികൾ മരിച്ചതിനെ തുടർന്നായിരുന്നു BJPയിൽ പൊട്ടിത്തെറി ഉണ്ടായതെന്നാണ് പറയുന്നത്. NPPക്ക് പുറമെ ജിരിബാം ജില്ലയിൽ നിന്നുമുള്ള പിന്തുണ കൂടി ഇല്ലാതായത് നിലവിൽ സംസ്ഥാനത്തെ BJP നേതൃത്വത്തിന് തിരിച്ചടിയായി. ഇതിനു പുറമെ ചില BJP MLAമാര് കൂടി കളം വിടുവാൻ പദ്ധതിയിടുന്നതാനും. പോലീസും ഭരണ സംവിധാനങ്ങളും ഇക്കാലമത്രയും മേദികൾക്കൊപ്പമാണ് നിലകൊണ്ടത്. നിഷ്പക്ഷമായി നിലകൊണ്ടിരുന്ന അസം റൈഫിൾസിനെ മാറ്റി കൂടുതൽ CRPFകാരെ നിയോഗിച്ചതും മുഖ്യമന്ത്രിയുടെ പക്ഷാഭേദത്തിന്റെ ബാക്കി പത്രമായിട്ടാണ് ചർച്ചകൾ വിലയിരുത്തപ്പെടുന്നത്. രൂക്ഷമായി പിന്നിട്ടിട്ടും ഇരു വിഭാഗങ്ങളുമായി ചർച്ചകൾ നടത്താൻ ഇതുവരെ മുഖ്യമന്ത്രി ബീരേൻ സിംഗ് തയ്യാറായിട്ടുമില്ല. സംഘർഷത്തിന് അയവ് വരുത്താൻ കുങ്കി വിഭാഗത്തോട് ഒരിക്കൽ പോലും ചർച്ചയ്ക്ക് ശ്രമിക്കാത്ത മുഖ്യമന്ത്രി ചർച്ച നടത്തിയിട്ടുണ്ടെന്നുള്ള വസ്തുതാ വിരുദ്ധമായ സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു സുപ്രീം കോടതിയിൽ പോലും സമർപ്പിച്ചത്. കേസ് പരിഗണിക്കുന്ന വേളയിൽ ഈ നിലപാടുകൾക്കെതിരെ സുപ്രീം കോടതി രൂക്ഷമായ വിമർശനവും ഉന്നയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് MLAമാർ മുഖ്യമന്ത്രിക്കെതിരെ പരസ്യമായ വിമർശനവുമായി രംഗത്തേക്ക് വന്നതും. മറ്റ് സംസ്ഥാന ഭരണം പിടിക്കാൻ ഓടി നടക്കുന്നതിനിടയിൽ അധികാരം കയ്യിൽ നിന്നും പോകുന്നത് BJP തിരിഞ്ഞു പോലും നോക്കുന്നില്ല എന്നതാണ് മണിപ്പൂരിന്റെ വിഷയത്തിൽ ഉള്ള യഥാർത്ഥ വസ്തുത.